ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അതായത് ഇമ്പൾസസ്, നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഒരു ന്യൂറോണിൽ നിന്ന് വേറെ ന്യൂറോണിലേക്ക് എങ്ങനെയാണ് പോകുന്നത്. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ന്യൂറോൺസ് ആർ കോൾഡ് സിനാപ്സ്. അതായത് എല്ലാ ന്യൂറോൺസും ഒരു പാർട്ട് ഓഫ് സെല്ലാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ന്യൂറോൺസ് പറഞ്ഞ ഒരു നെർവ് സെല്ലാണ്. അപ്പോൾ എല്ലാ നെർവ് സെൽസിൻ്റെ ഇടയിലും ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇമ്പൾസസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷൻ, ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പാണ് സിനാപ്സ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ഫ്ലോ ചാർട്ട് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ ആ ഡയഗ്രാം ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. രണ്ട് ന്യൂറോൺസ് തമ്മിൽ വരുന്ന ആ സ്പേസ് അല്ലെങ്കിൽ ആ ജംഗ്ഷനാണ് സിനാപ്സ്. Synapses are formed between the axon terminals of one neuron and the dendrite, cell body or even axon of another neuron. എന്താ മനസ്സിലായത്? അതായത് രണ്ട് ന്യൂറോൺസ് തമ്മിലോ രണ്ട് ആക്സോൺസ് തമ്മിലോ, ഒരു ആക്സോൺ ഒരു ഡെൻഡ്രോയിറ്റ് തമ്മിലോ, അല്ലെങ്കിൽ ഒരു ന്യൂറോൺ ഒരു സെൽ ബോഡി, അതായത് നെർവ് സെൽസിൻ്റെ ഏതോ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും തമ്മിൽ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആൻഡ് അതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ദ ന്യൂറോൺ ദാറ്റ് ബ്രിങ്സ് ദ ഇമ്പൾസ് ടു ദ സിനാപ്സ് ഈസ് കോൾഡ് ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ രണ്ട് ന്യൂറോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഇടയിൽ സിനാപ്സ് അല്ലെങ്കിൽ ആ ജംഗ്ഷൻ അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ന്യൂറോൺ, അതായത് ഏത് ന്യൂറോണാണോ ഇമ്പൾസിനെ സിനാപ്സിലേക്ക് കൊണ്ടുവരുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ന്യൂറോൺ, ഗ്യാപ്പ്, സെക്കൻഡ് ന്യൂറോൺ. അതിൽ ഫസ്റ്റ് ന്യൂറോൺ ഇമ്പൾസിനെ സിനാപ്സിലേക്ക് കൊണ്ടുവരുന്ന ന്യൂറോൺ, ദ ഫസ്റ്റ് ന്യൂറോൺ ഇമ്പൾസിനെ കൊണ്ടുവരുന്ന ന്യൂറോൺ, അതിനാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയുന്നത്. The neuron which carries the impulse away from the synapse is called the postsynaptic neuron. രണ്ടാമത്തെ ന്യൂറോൺ, സിനാപ്സ് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ന്യൂറോണിനെ പറയുന്നതാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, സിനാപ്സ്, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. പ്രീ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശേഷം. ഓക്കെ, അപ്പോൾ പ്രീ എന്ന് പറഞ്ഞാൽ സിനാപ്സിന് മുമ്പിൽ വരുന്നത്, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിനാപ്സിന് ശേഷം വരുന്ന ന്യൂറോൺ, ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ന്യൂറോൺ. The synapse is formed by the membranes of a presynaptic neuron and a postsynaptic neuron. ഒരു സിനാപ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ തന്നെ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഇടയിൽ വരുന്ന ജംഗ്ഷൻ ആണല്ലോ സിനാപ്സ്. അപ്പോൾ സിനാപ്സ് എന്നുള്ളൊരു സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും മെംബ്രെയിൻസ്, ആക്സോണൽ മെംബ്രെയിൻ, ഈ രണ്ട് മെംബ്രെയിൻസ് കൊണ്ടാണ് ഒരു സിനാപ്സ് ഫോം ചെയ്തിട്ടുള്ളത്. അറ്റ് ദ റീജിയൻ ഓഫ് ദ സിനാപ്സ്, ആദ്യം നമുക്ക് ആ ഡയഗ്രാം നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ നോക്കുക, ഫസ്റ്റ് വൺ ആക്സോൺ, then comes axon terminal, then comes synaptic vesicles. സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചി പോലത്തെ സ്ട്രക്ചേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഉണ്ടാവും. ഇവിടെ എന്താണെന്നറിയോ ഫ്ലൂയിഡിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ദാറ്റ് ഈസ് ഒരു തരം കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് ആണ് ഉള്ളത് സിനാപ്റ്റിക് വെസിക്കിൾസിൽ. ദാറ്റ് ഈസ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ഹോർമോൺ. ദെൻ കംസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താ? പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിൻ. Then comes synaptic cleft. Synaptic cleft, ആ ഗ്യാപ്പിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുമല്ലോ, അവിടെയും ഫ്ലൂയിഡ് ഉണ്ട്. അതിനെ പറയുന്നതാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇപ്പോൾ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും സിനാപ്റ്റിക് ക്ലെഫ്റ്റും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും, ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവണത്? ഒരു സിനാപ്സ് ഉണ്ടാവണത്. ഇപ്പം മനസ്സിലായോ? പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ,
ഇത് മൂന്നും കൂടിയിട്ടാണ് ഒരു സിനാപ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ് ഫിൽഡ് ഗ്യാപ്പ്, ദാറ്റ് ഇസ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ദെൻ കംസ് റിസപ്റ്റേഴ്സ്. റിസപ്റ്റേഴ്സ് പറഞ്ഞാൽ എന്താ, പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലേ. ആക്ച്വലി റിസപ്റ്റർ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ഇവരെന്താ ചെയ്യുക, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ മോളിക്യൂൾസിനെ റിസീവ് ചെയ്യും, എന്നിട്ട് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലേക്ക് കൊണ്ടുപോകും. അവിടെ ഉണ്ടാവും റിസപ്റ്റേഴ്സ്, അതെന്ത് ചെയ്യും, റിസീവ് ചെയ്യും, എന്നിട്ട് അടുത്ത ന്യൂറോണിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഈ റിസപ്റ്റർ മോളിക്യൂൾസിൻ്റെ ഫംഗ്ഷൻ. പ്രോട്ടീൻസ് ആണ്, പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയഗ്രാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഇതേ ഓർഡർ പ്രകാരം തന്നെയാണ് ചോദിക്കുക. ഇപ്പോൾ കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യമില്ല. സ്ട്രക്ചർ വൃത്തിയായിട്ട് മനസ്സിലാക്കിയ നോ കൺഫ്യൂഷൻ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. At the region of the synapse, the membranes of presynaptic and postsynaptic neurons are separated by a fluid-filled gap known as synaptic cleft. ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. The axon terminals of presynaptic neuron end in a knob-like structures called synaptic knob. അപ്പോൾ ഇവിടെ ഒരു ബലൂൺ ലൈക്ക് സ്ട്രക്ചറാണ് നമുക്ക് കണ്ടതല്ലേ. അതിനെ ഇങ്ങനെ സൂം ചെയ്തിട്ടാണ് നമുക്ക് ഓരോ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോമ്പണൻസ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ അറ്റത്ത് കാണുന്ന സ്ട്രക്ചറാണിത്. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ എൻഡിൽ കാണുന്ന ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു നോബ് ലൈക്ക് സ്ട്രക്ചർ, ഒരു ഉണ്ട പോലത്തെ സ്ട്രക്ചർ അല്ലേ, ഇതിനാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. The membrane of the synaptic knob nearest to the synapse is thickened. അപ്പോൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിനും അതേമാതിരി പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിനും ഈ സിനാപ്സിൻ്റെ ഭാഗത്ത് കേട്ടോ, സിനാപ്സിൻ്റെ ഭാഗത്ത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിനും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിൻ എങ്ങനെയായിരിക്കും, തിക്കായിരിക്കും. ബേസ്ഡ് ഓൺ ദ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിനാപ്സിൻ്റെ സ്ട്രക്ചർ. ദെൻ കംസ് സിനാപ്സിലൂടെ എങ്ങനെയാണ് ഇമ്പൾസസ് പോകുന്നത്, അല്ലെങ്കിൽ സ്പീഡിലാണോ സ്ലോ ആയിട്ടാണോ അല്ലെങ്കിൽ എന്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇമ്പൾസസ് പോകുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇൻഫർമേഷൻ അക്രോസ് ദ സിനാപ്സ്, ബേസ്ഡ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് അതായത് ഇമ്പൾസ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ആയി പോകുന്നത് സിനാപ്സിലൂടെ. ഇത് ബേസ് ചെയ്തിട്ട് രണ്ട് സിനാപ്സസ് ഉണ്ട്, ഇലക്ട്രിക്കൽ സിനാപ്സ്, കെമിക്കൽ സിനാപ്സ്. ഇഗെയിൻ ആ ടേംസ് കേട്ടാൽ തന്നെ അറിയും. ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും വളരെ അടുത്തായിരിക്കും, വെരി വെരി ക്ലോസ്, അതായത് തൊട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും, വെരി വെരി ക്ലോസ് ആയിരിക്കും. അപ്പോൾ ക്ലോസ് ആവുന്നതിൻ്റെ ഗുണം എന്താ, ഇമ്പൾസ് പെട്ടെന്ന് തന്നെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് പോകും. അപ്പോൾ വളരെ ക്വിക്കായിരിക്കും, വെരി സ്പീഡായിരിക്കും. അപ്പോൾ ഒരു ന്യൂറോണിലൂടെ അല്ലെങ്കിൽ ഒരു ആക്സോണിലൂടെ ഇമ്പൾസ് പോകുന്ന പോലെയാണ് ഒരു ഇലക്ട്രിക്കൽ സിനാപ്സിലൂടെ ഇമ്പൾസ് പോകുന്നത്. അപ്പോൾ ഇതിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന കെമിക്കൽസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പക്ഷെ ഇങ്ങനെയൊരു കണ്ടീഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. ബ്രെയിനിൽ ചെറിയ തോതിലുണ്ട്, ബട്ട് സ്റ്റിൽ കൂടുതലായിട്ടും ഇല്ല. ദെൻ കംസ് കെമിക്കൽ സിനാപ്സസ്. കെമിക്കൽ സിനാപ്സസ് എന്തായിരിക്കും വ്യത്യാസം? ഇതും സ്ഥിരമായിട്ട് കോളം വൈസായിട്ട് എഴുതണം കേട്ടോ. ഇങ്ങനത്തെ കമ്പാരിറ്റീവ് സ്റ്റഡി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്താണോ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അത് രണ്ട് ബോക്സുകളാക്കി തിരിക്കുക. കറക്റ്റായിട്ടുള്ള 2-3 പോയിൻറ്റ്സ് എഴുതിയ സുഖമായി മാർക്ക് കിട്ടും. ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചാൽ മതി, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മറ്റേത്, തീർച്ചയായിട്ടും മാർക്ക് കിട്ടും. ദെൻ കംസ് കെമിക്കൽ സിനാപ്സ്. എന്തായിരിക്കും? തീർച്ചയായിട്ടും കെമിക്കൽസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോൺസ് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ അത്ര ക്ലോസ് പ്രോക്സിമിറ്റിയിലല്ല, കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ദെറ്റ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടി ഗ്യാപ്പ് കൂടുതലാണ്. അപ്പോൾ ഇമ്പൾസ് പോകുന്നത് അത്രയും ഫാസ്റ്റ് അല്ല. അത്രയേ ഉള്ളൂ ഇതിലുള്ള വ്യത്യാസം. ആൻഡ് ഇവിടെ ഉപയോഗിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ അസറ്റൈൽ കൊലിൻ. അപ്പോൾ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ കെമിക്കൽ സിനാപ്സസ് ആയതുകൊണ്ടാണ്
സിനാപ്റ്റിക് നോബ്, അതായത് ആക്സോൺ ടെർമിനൽസ്, അല്ലെങ്കിൽ ഒരു ആക്സോൺ അല്ലെങ്കിൽ ഒരു ന്യൂറോണിൻ്റെ അറ്റം ബൾബ് ലൈക്ക് അല്ലെങ്കിൽ നോബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ വെസിക്കിൾസ് ഉണ്ട്. ആ വെസിക്കിൾസിൽ എന്താ ഉള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇങ്ങനെയൊരിത് സ്ട്രക്ചർ കാണുന്നത്. അണ്ടർസ്റ്റുഡ്? ദെൻ എങ്ങനെയാണ് ഒരു കെമിക്കൽ സിനാപ്സിലൂടെ ഇമ്പൾസസ് പോകുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും? ഹൗ ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ട്രാൻസ്മിറ്റ്സ് ആൻ ഇമ്പൾസ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽ across the synaptic cleft to the post synaptic neuron. അതായത് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലൂടെ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഇമ്പൾസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച തിയറിയില്ലേ, ദാറ്റ് ഈസ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ, അതേ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇതാണ് ഫ്ലോ ചാർട്ടായിട്ട് വരുന്നത്. വെൻ എ നെർവ് ഇമ്പൾസ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽ, ഇത് ഞാൻ കഴിഞ്ഞാലും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ നോട്ട്സ് നോക്കുക. വെൻ എ നെർവ് ഇമ്പൾസ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽ റീച്ചസ് എ പ്രീ സിനാപ്റ്റിക് നോബ് ഓർ ആക്സോൺ ടെർമിനൽ, അതായത് ഒരു ഇമ്പൾസ് പ്രീ സിനാപ്റ്റിക് നോബിലെത്തുകയാണ് എന്ന് വെച്ചാൽ എന്താ? പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ആക്സോൺ ടെർമിനൽ സിനാപ്റ്റിക് നോബിലെത്തുകയാണ്. അതിനെയാണ് ചെറിയ വേർഡാക്കി ചുരുക്കിയത്, പ്രീ സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഒരു നെർവ് ഇമ്പൾസ് പ്രീ സിനാപ്റ്റിക് നോബിലെത്തുന്നു. ഇതെന്ത് ചെയ്യും? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ സിനാപ്റ്റിക് വെസിക്കിൾസ് ടുവേർഡ്സ് ദ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ഇപ്പോൾ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ഇല്ലേ? എവിടെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ? സിനാപ്സിൻ്റെ അടുത്ത് അല്ലേ, സിനാപ്സിൽ. അപ്പോൾ ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൻ്റെ അടുത്തേക്ക് എന്തിനെ നീക്കുന്നു? സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതായത് ഒരു നെർവ് ഇമ്പൾസ് പ്രീ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ സിനാപ്റ്റിക് വെസിക്കിൾസിൽ എന്താ ഉള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. ദ സിനാപ്റ്റിക് വെസിക്കിൾസ് ഫ്യൂസ് വിത്ത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് മെംബ്രെയിനിൻ്റെ അടുത്തെത്തിയോ? എത്തി. മെംബ്രെയിനിൻ്റെ അടുത്ത് എത്തി. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനുമായിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ഫ്യൂസ് ചെയ്യും, ചേരും. ആൻഡ് റപ്ചർ ടു റിലീസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇൻ ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അപ്പോൾ ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൻ്റെ കഴിഞ്ഞിട്ടാണല്ലോ ക്ലെഫ്റ്റ് വരുന്നത്, ആ ഒരു ഗ്യാപ്പ്, ഫ്ലൂയിഡ് ഫിൽഡ് ഗ്യാപ്പ് അല്ലേ? അപ്പോൾ ഈ ക്ലെഫ്റ്റിലേക്ക് എന്ത് റിലീസ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഓർക്കുക. യെസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആരോ റിസീവ് ചെയ്തു. ആരാ റിസീവ് ചെയ്ത്? റിസപ്റ്റർ മോളിക്യൂൾസിലെ ദ പ്രോട്ടീൻ റിസപ്റ്റേഴ്സ്. നമുക്കിനി അടുത്ത പേജിലേക്ക് പോവാം. യെസ്, ദ റിലീസ്ഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ടു ദെയർ സ്പെസിഫിക് പ്രോട്ടീൻ റിസപ്റ്റർ മോളിക്യൂൾസ്. എവിടെയല്ല അതുള്ളത്? തൊട്ടടുത്ത് കിടക്കുന്ന മെംബ്രെയിൻ ഏതാണ്? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ അല്ലേ? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ കാണുന്ന റിസപ്റ്റർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബൈൻഡ് ചെയ്യുന്നു. അപ്പം എന്ത് സംഭവിക്കും? ഡീപോളറൈസേഷൻ. ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ഡെവലപ്പ് ചെയ്തു. ദിസ് കോസസ് ഡീപോളറൈസേഷൻ ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ and initiates a new action potential in the post-synaptic neuron. ഇപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടായി. എവിടെ? പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന്. The new action potential developed may be either excitatory or inhibitory. അപ്പോൾ പുതിയ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ എക്സൈറ്റേറ്ററി. എക്സൈറ്റേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും സ്പെസിഫിക് ആക്ഷനെ സ്റ്റിമുലേറ്റ് നടക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഏതോ ഒരു ന്യൂറോ എൻഡോക്രൈൻ അല്ലെങ്കിൽ ഹോർമോണൽ മസ്കുലർ ഏതോ ആയിക്കട്ടെ, ആ ആക്ഷനെ തടയാനോ. രണ്ട് രീതിയിലാണ് നമ്മുടെ ഫങ്ഷൻസിലെ, ഒന്നെങ്കിൽ തടയാൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ. അങ്ങനെ രണ്ട് രീതിയിലാണ്. അപ്പോൾ അതാണ് എക്സൈറ്റേറ്ററി ഓർ ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞത്. The action potential passes as a wave nerve impulse along the next neuron. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ജമ്പിങ് ആ രീതിയിലാണ്. അപ്പോൾ ഒരു വേവ് മെത്തഡ്, വേവ് പ്രൊപ്പഗേഷനാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസിന്.
ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് കോമൺ സെൻസ് ആ സ്ട്രക്ചർ മാത്രം മതി നമ്മുടെ മനസ്സിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.